എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ മാതൃഭൂമിയിൽ വിമാനത്തിൻ്റെ കൊള്ള എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഇന്നത്തെ ആയപ്പോഴേക്കും അതിന് റിസൾട്ട് ഉണ്ടായി. ഞാൻ കൊടുത്തുകൊണ്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ പലരും അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളും കാര്യങ്ങളും പേപ്പർ വഴിക്കും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിക്കും ടി വി വഴിക്കൊക്കെ അറിഞ്ഞപ്പോൾ അത് കേന്ദ്രം ഇടപെട്ട് അതിന് പരിധി നിശ്ചയിച്ച് അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റീസണബിളായിട്ടുണ്ട്. ഇപ്പോൾ വെരി റീസണബിൾ. എന്തായാലും കേന്ദ്രം ഇടപെട്ടതിനും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ അതിന് ഒരു പരിഹാരം കണ്ടതിനും വളരെയധികം ഞാൻ താങ്ക്സ് പറയുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊള്ളകളൊന്നും ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ച് അർജൻറ്റായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിമാനം അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമൊന്നല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് വലിയൊരു നല്ലൊരു തീരുമാനം. അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിക്കോ അല്ലെങ്കിൽ പേപ്പർ വഴിക്കോ വരുമ്പോൾ മാതൃഭൂമിയിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. നാളെ കുട്ടിയുടെ കാര്യം വന്നു, അപ്പോൾ അതിന് പരിഹാരം ഉണ്ടായി, അവൾക്ക് സഹായം കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. എനിവേ, കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നത് മാസപൂജയാണ്. ഞാനൊരു നല്ല തികഞ്ഞ ഭക്തനാണ്. അന്ധവിശ്വാസമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ അതൊന്നും നിങ്ങളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വഴിക്ക് വന്ന കാര്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, തൂഫാനാകുക, ജീവിതത്തിൽ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആരോഗ്യം കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഏറ്റവും നന്നായി പോകും. സാമ്പത്തികം മാത്രമല്ല, അത് മാത്രമായിട്ട് വേണ്ടി നിങ്ങൾ പണിയെടുത്തുന്നത് ജീവിതം കളയരുത്. എല്ലാ എൻജോയ്മെൻറ്റും എപ്പോഴും നമ്മളത് ഓരോ മിനിറ്റും നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആവും. താങ്ക് യു വെരി മച്ച്. അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ.